ലോണവാല കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു വാട്ടർഫോൾസ് ട്രെക്കിങ്ങിലേക്കാണ്. ദേവ്കുണ്ട് വാട്ടർഫോൾസ് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം മഹാരാഷ്ട്രയിലെ തന്നെ റേഗാഡ് ഡിസ്ട്രിക്റ്റിലെ ബീറയ്ക്ക് അടുത്തുള്ള ഒരു വാട്ടർഫോൾസ് ആണ്, ഒരു കിടിലൻ മാസി വാട്ടർഫോൾസ് ആണ് ഈ ദേവ്കുണ്ട് വാട്ടർഫോൾസ്. ഹലോ, സോ യെസ്, പോവാണ് ദേവ്കുണ്ട് വാട്ടർഫോൾസ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 30 കിലോമീറ്റേഴ്സ് അറൗണ്ടോടാണ് കേട്ടോ ഉള്ളത്. വഴിയിൽ നല്ലൊരു അടിപൊളി സീനറി കണ്ടു, ഇവിടെ തന്നെ ഒരു ചായക്കട കണ്ടു, അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. നമ്മളങ്ങനെ ദേവ്കുണ്ടിൻ്റെ പാർക്കിങ്ങിലെത്തി കേട്ടോ. വേറെ ആരെയും ഇവിടെ കാണുന്നില്ല. ഇതുവഴി നടന്ന് പൊക്കോളാനാണ് പറഞ്ഞത്. 30 രൂപയാണ് പാർക്കിംഗ് ചാർജ് ചോദിച്ചത്. അപ്പോൾ പാർക്കിംഗ് ചാർജ് ചോദിച്ച് നമ്മൾ നടക്കുകയാണ്. ഇപ്പം നമ്മളൊരു 12 മണിയായിട്ട് വന്നപ്പം കുറച്ചെല്ലായിടത്തും നിർത്തിയാണ് വന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന് എനിക്കും അറിയാൻ പാടില്ല. ഹെവി ക്രൗഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വന്നത്. ലെറ്റ്സ് സീ എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇതാണപ്പം ശരിക്കുള്ള പാർക്കിംഗ് കേട്ടോ. ഞങ്ങൾ വെച്ചത് ആക്ച്വലി കുറച്ച് അപ്പുറത്തുള്ള ഒരു പാർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ആരെയും കാണാഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ബാഗൊക്കെ അതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റി. ആൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ദേവ്കുണ്ട് വാട്ടർഫോൾസ് ട്രെക്കിംഗ്. 12ാമത്തെ ആളാണ് കേട്ടോ ഇന്ന് വിസിറ്റ് ചെയ്യുന്ന. 12ാമത്തെ ആളാണ് ഞങ്ങൾ. നമ്മുടെ നമ്പർ 12 ഒരാൾക്ക് 100 രൂപ എൻട്രൻസ്. സോ നമുക്ക് പോവാം. ഇവിടെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നമുക്ക് പോവാം. ഓക്കെ, നമ്മളപ്പോൾ ദേവ്കുണ്ട് വാട്ടർഫോൾസ് ട്രെയിലിലാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 1 hour ട്രെക്കിംഗ് കാണുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സ്റ്റീപ്പ് കയറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. നോർമലുള്ള ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് നടക്കുന്നത്. ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടോ വരുന്നത്. നമ്മൾ ലോണവാലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി 80 കിലോമീറ്റർ സംതിങ് ഉണ്ടായിരുന്നു ഇവിടം വരെ, ദേവ്കുണ്ട് വരെ. ഈ വരുന്ന വഴിക്ക് ഞാൻ ഒറ്റ ബോർഡ് പോലും കണ്ടിട്ടില്ല ദേവ്കുണ്ട് വാട്ടർഫോൾസ് എന്നും പറഞ്ഞ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. എല്ലാം ലൈക്ക് ഭയങ്കര ഗൂഗിൾ മാപ്പിനെ നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആരോടെങ്കിലും ചോദിച്ചാലും എല്ലാവരും ലൈക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര എനിക്കൊരു വിയേർഡ് അറ്റ്മോസ്ഫിയർ ആട്ടോ ഓൾ ഇൻ ഓൾ കിട്ടിയത്. എല്ലാവരും പറയും, ആർക്കും ഭാഷ എനിക്ക് തോന്നുന്നു ഹിന്ദി അല്ല, മറാത്തിയാണ് ഓൾമോസ്റ്റ് എല്ലാ നാട്ടിലും. ഐ മീൻ ഇവിടെ കുറേ റൂറൽ ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇഷ്യൂ ഉണ്ട്. എല്ലാവരും അൺപ്ലസൻ്റ് ആണ്. ഒന്ന് ചിരിച്ച് സംസാരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറേ വിയേർഡ് അനുഭവങ്ങളൊക്കെ എനിക്ക് കിട്ടി. എന്തായാലും ലാസ്റ്റ് ഞാൻ എത്തിപ്പെട്ടു. ഇനി എന്തായാലും പോയി നോക്കാം. സ്ഥലമൊക്കെ അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ട്രെയിൽ കണ്ടിന്യൂ ചെയ്യാം. കണ്ടോ, സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പുഴയൊക്കെ പോകുന്നുണ്ട്. ഒരു ചേച്ചി വെള്ളം വിൽക്കാനായിട്ട് വരുന്നുണ്ട് പുറകിൽ. ഈ ചേച്ചിയോട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചേ, ചേച്ചി നമ്മുടെ ഇങ്ങോട്ടേക്കാണ്. അവിടെ ഞാൻ 2 ഡീവിയേഷൻ കണ്ടപ്പോഴത്തേനും പറഞ്ഞാൽ ഇതാണോന്ന്. ഈ ചേച്ചി എന്നെ കടിക്കാൻ വരുന്ന പോലെ പറഞ്ഞത്. നീ അങ്ങോട്ടല്ല ഇങ്ങോട്ടാന്നൊക്കെ പറഞ്ഞു ചെയ്തതാണ്. അങ്ങനെ ഒരു അൺപ്ലസൻ്റ് ആണ്. ആൾക്കാരുടെ മുഖത്താണ് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ നമുക്കൊരു ഉത്സാഹമില്ല പറഞ്ഞു കൊടുക്കാൻ. അതെ അതുവഴി പോയാൽ മതി എന്നൊക്കെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞു. അങ്ങനെ വേണം ശരിക്കും. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ബോർഡില്ല. ലാസ്റ്റ് ഞാനൊരു ബോർഡ് കണ്ടത് ഇവിടെ വരാറായപ്പോഴാണ് ദേവ്കുണ്ട്. അതും ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത്, ഒരു ഇംഗ്ലീഷിൽ ബോർഡില്ല. ഭയങ്കര വിയേർഡായിട്ട് ഞാൻ പോകുന്ന എല്ലാ ലൊക്കേഷനും എനിക്ക് ആ ഒരു വിയേർഡ്നെസ് ഫീൽ ചെയ്തു. എനിവേസ് കുഴപ്പമില്ല, അതൊന്നും പക്ഷെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനെ ബാധിക്കലില്ല. എല്ലാം ചെല്ലുന്നുണ്ട് അടിപൊളി ലൊക്കേഷൻ ആയിരിക്കും. അത് മതിയല്ലോ നമുക്ക്. എല്ലാം ഓരോരോ എക്സ്പീരിയൻസസ്. പോ. ഓ നൈസ്, പൊളിയാട്ടോ. സൈഡിലിങ്ങനെ കാടിൽ കൂടെ നടക്കുന്നു, സൈഡിലിങ്ങനെ വെള്ളം, കൊള്ളാം. അതൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദേവ്കുണ്ട് വാട്ടർഫോൾസിലേക്ക് എത്താനായിട്ട് അപ്രോക്സിമേറ്റ്ലി 7 കിലോമീറ്റേഴ്സാണ് 1 സൈഡ് ട്രെക്കിംഗ് ഡിസ്റ്റൻസ് വരുന്നത്.
അപ്പോൾ ഇത്രയും ദൂരം നടക്കാനായിട്ട് ഏകദേശം ഒരു മിനിമം 2 hours എടുക്കും കേട്ടോ. പിന്നെ ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സ്പീഡാണ്, നമ്മൾ നടക്കുന്ന പോലെ ഇരിക്കും പിന്നെ അവിടെ എത്താനായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇത്രയും ലോങ് സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരും. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി എന്ന് പറയാം. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളക്കുപ്പി കൊണ്ട് കുറച്ച് പേര് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാ അങ്ങനെ മഞ്ഞ് പൊങ്ങുന്ന മലകളും മഞ്ഞും ഒക്കെ ഉള്ള റൂട്ടാണ് ഈ പോകുന്നത്. അങ്ങ് ദൂരെയായിട്ട് പൊടിയായിട്ട് വെള്ളച്ചാട്ടം കാണാം. കണ്ടോ, ഇനി കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, അതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് എന്ന് തോന്നുന്നു. സോ യെസ്, നമുക്ക് എന്തായാലും പോകാം. നടന്ന് പോയി നോക്കാം. നല്ല റൂട്ടാട്ടോ ഈ പോകുന്ന വഴിയെല്ലാം നല്ല കെട്ടിലനാണ്. യെസ്, എങ്ങോട്ടാ? നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടയേർഡായി, തീരുന്നില്ല, അങ്ങോട്ട് എത്തുന്നില്ല, കുറേ നേരം നടക്കുന്നു. പയ്യ ആക്ച്വലി ഇത് നടക്കുന്ന പാത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അല്ല, പരന്ന കിടക്കുന്ന വഴിയാണ്. എങ്കിൽ കൂടിയും നടന്നിട്ടും തീരുന്നില്ല, എത്തുന്നില്ല, കുറേ നേരമായി നടക്കുന്നു. ആരോട് ചോദിച്ചാലും ഇനി ഏക്കണ്ട, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴും ഏക്കണ്ടയായിരുന്നു, ഇവിടെ വന്ന് ചോദിച്ചപ്പോഴും ഏക്കണ്ടയാണ്. എത്ര ഏക്കണ്ടയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നടക്കാം. ഹായ്. ഹെവി മൺസൂൺ ടൈമിലൊക്കെ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വരുമ്പോൾ തന്നെ ഈ ട്രക്കിങ്ങിനുള്ളിൽ തന്നെ ഒരു 2-3 റിവർ ക്രോസിംഗ് പോലൊക്കെ ഉണ്ട്, ഒരു മിനി റിവർ ക്രോസിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല ഹെവി മഴയുള്ള സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരിക്കും. അവരിപ്പം എൻട്രി അലൗഡ് അല്ല, കാരണം കുറേ ആൾക്കാർക്ക് ഇവിടെ അപകടം പറ്റിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലോസ്ഡ് ആക്കി ഇടാറുണ്ട് ആ ഒരു ടൈമിൽ. ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് ബോർഡ് ഞാൻ കണ്ടു, ദേവ്കുണ്ട് വാട്ടർഫോൾ. എപ്പോൾ എത്തുമോ? എൻ്റെ അമ്മ,
ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത്രയും ഒരു ഹ്യൂജ് വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഭയങ്കര ഒരു വലിയൊരു വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ. അതും അതിൻ്റെ ഒരു സ്ട്രക്ചർ, അതായത് രണ്ട് പാറക്കല്ലുകളുടെ ഇടയിൽ കൂടെ ആ ഒരു വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്നു. ബ്ലൂ കളറിലാണ് താഴെ ഫുള്ള് ബ്ലൂ കളറായിരുന്നു. ബ്ലൂവും ഒരു ഗ്രീനിഷും കളറൊക്കെ ആയിരുന്നു. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ വാട്ടർഫോൾസിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ കയറിപ്പോകാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയെ നമുക്ക് പുറകോട്ട് കയറി ചെന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കാം. അതും ഒരു കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. അവിടെ ചെറുതായിട്ട് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്പേസൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു ഭയങ്കര ഒരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു. ഒരുപാട് നേരം അവിടെ ഇരുന്നു. ഞാൻ ചെന്നപ്പം അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഒരു ഓവർ ക്രൗഡഡ് അല്ലായിരുന്നു, എന്നാലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേനും ചെറിയ മഴയൊക്കെ പെയ്തു. അങ്ങനെ കുറേ ആൾക്കാർ പോയി. പിന്നെ ലാസ്റ്റ് ആക്ച്വലി ആരും ഇല്ലായിരുന്നു അവിടെ. കുറച്ചിങ്ങനെ ഗൈഡ്സ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് അധികം ഇറങ്ങാതിരിക്കാനായിട്ട് നോക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മാത്രമൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ വെറുതെ വെള്ളച്ചാട്ടവും നോക്കിയിരുന്നു. എനിക്ക് ഇതിന് പറയാൻ കൂടുതൽ വാക്കുകളില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മോർ ദാൻ ഹാഫ് അവർ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടുന്ന് എനിക്ക് പോകാനേ തോന്നുന്നില്ല. എനിക്കറിയില്ല ഇങ്ങനെ എന്താ പറയുക, എന്തെല്ലാം കാഴ്ചകളാണല്ലേ ഈ ലോകത്തുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്തെല്ലാം കാഴ്ചകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതവും നല്ലത്, എനിക്കൊന്നും കൂടുതൽ വാക്കുകളില്ല. ശരിക്കും നിങ്ങളൊക്കെ യാത്രകൾ ചെയ്യണം. ഇഷ്ടമുള്ളവരാണെങ്കിൽ, കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യാത്ര ചെയ്യണം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കാഴ്ചകൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട് പലയിടത്തായിട്ടും. അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കാരണം ഇതൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് അറിയാൻ പാടില്ല, ഇതൊരു ഡിവൈൻ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തോ ഇവിടെ ഒരു ശക്തിയുള്ള പോലെ, ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമാണ്. The whole world at our feet, watching seasons change. Our roads were lined with adventure, mountains in the way, couldn't keep us from the sea. അങ്ങനെ കുറേ നേരം വാട്ടർഫോൾസിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങിയപ്പോൾ കാലാവസ്ഥ ആകെ മാറി. ഭയങ്കര മഴയായി. തുടങ്ങിയപ്പോൾ മുതലേ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നനഞ്ഞൊരു പരുവമായപ്പോഴാണ് നമ്മൾ വണ്ടി വെച്ചെടുത്ത് തന്നെ എത്തിയത്. അവിടുന്ന് പിന്നെ നേരെ വണ്ടി എടുത്ത് നമ്മൾ പൂനെ ലക്ഷ്യം വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പൂനെ വരെ എത്തുമെന്നുള്ള ഒരു ഉറപ്പും ഇല്ല, കാരണം അതുപോലെ മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വണ്ടി ഓടിച്ച് പോകാനായിട്ടും. അപ്പം ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് കിട്ടുവാണെങ്കിൽ ടെൻ്റ് അടിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റേ നോക്കാം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. തമ്നി ഘാട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു റൂട്ടാണ്. പക്ഷെ നമ്മൾ ഇരുട്ടായതുകൊണ്ട് അധികം ബ്യൂട്ടി ഒന്നും കാണാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ആളുള്ള സ്ഥലത്തൊന്ന് എത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ലക്ഷ്യം. പക്ഷേ പോകുന്ന റൂട്ടിലൊന്നും ഇല്ല കേട്ടോ. ഫുള്ളി ഐസൊലേറ്റഡ് ആണ്. വീടുകളോ കടകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കുറേ കിലോമീറ്ററുകളോളം.
കുറേ ദൂരം വന്നപ്പോൾ വിശന്നൊരു പരുവമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വന്നപ്പോഴാണ് ഹോട്ടലിൽ നിന്നൊരു ബോർഡ് കണ്ടത്. പിന്നെ ഒന്നും നോക്കാതെ നമുക്ക് എന്തെങ്കിലും മതിയെന്നുള്ളൊരു മൈൻഡിലായിരുന്നു അവിടെ കയറിയത്. പക്ഷേ കിടിലൻ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിക്കാൻ കുറച്ച് സ്പോട്ട് തരുമോ എന്ന് ചോദിച്ചപ്പം അവിടെ ഉള്ള ആൾ തന്നെ പറഞ്ഞു, ടെൻ്റ് അടിക്കാനൊന്നും സ്പോട്ടില്ല, നിങ്ങൾക്ക് വേണേൽ റൂം ഇവിടെ അവൈലബിൾ ആണ്, അത് എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ റൂം നോക്കിയപ്പം തീരെ നീറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ അത് ആ ഒരു സമയത്ത് നമുക്ക് സ്വർഗ്ഗമായിരുന്നു. കാരണം ഒരു തല ചായ്ക്കാൻ ഒരു സേഫായിട്ടുള്ളൊരു സ്പോട്ട്, അത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെ സുഖമായിട്ടാണ് അവിടെ കിടന്നുറങ്ങി. പിറ്റേന്നാണ് നമ്മൾ ബാക്കി യാത്രയൊക്കെ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ തമ്മിനി ഘാട്ടിലെയും പൂനെയിലെയും ഒക്കെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.